സഭയിലും സ്വർണ്ണപ്പാളി തന്നെയാണ് കേട്ടോ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ചിരിക്കുന്നു പ്രതിപക്ഷം. സഭ വീണ്ടും ചേർന്നപ്പോഴും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷം വീണ്ടും നടുത്തളത്തിലിറങ്ങിയിരിക്കുന്നു. ചോദ്യോത്തരവേള നേരത്തെ റദ്ദാക്കിയിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് പ്രതിഷേധമെന്ന് സ്പീക്കർ ചോദിക്കുന്നു. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വീണ്ടും സഭ തുടരുകയാണോ? എന്താണ് സഭയിൽ കാണുന്നത്? അരുൺകുമാർ, ഏതാണ്ട് 40 മിനിറ്റാണ് സഭാ നടപടികൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചത്. 9:55 സ്പീക്കർ സഭാ നടപടികൾ പുനരാരംഭിച്ചു. തൊട്ടു പിന്നാലെ തന്നെ നടുത്തുളത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ എത്തി പ്രതിഷേധം നടന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സംസാരിക്കുന്നുണ്ട്. സബ്മിഷനുള്ള മറുപടിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്കകത്ത് കടുത്ത പ്രതിഷേധം തുടരുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ സബ്മിഷനുള്ള മറുപടിയാണ് നിയമസഭയ്ക്കകത്ത് നൽകുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒന്ന് മാത്രമാണ്. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡ് അധ്യക്ഷനെ പുറത്താക്കണമെന്നതാണ്. പാർലമെന്ററി കാര്യ മന്ത്രി വീണ്ടും സ്പീക്കർ ഇടപെട്ട് പ്രതിപക്ഷാംഗങ്ങളോട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങാനുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ആ നിർദ്ദേശം പ്രതിപക്ഷങ്ങൾ മാനിക്കുന്നില്ല. ഇപ്പോൾ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയാണ്. ഇപ്പോഴും ഡയസിൽ സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തി പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. സബ്മിഷനുകൾ മേശപ്പുറത്ത് വെക്കാനും അതിനുള്ള മറുപടി മേശപ്പുറത്ത് വെക്കാനുള്ള നിർദ്ദേശമാണ് മന്ത്രിമാർക്ക് ഇപ്പോൾ സ്പീക്കർ നൽകുന്നത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയാണ്. കാരണം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമസഭ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ആ തരത്തിൽ സഭയിൽ ചോദ്യോത്തരവേളയുടെ ആദ്യ മിനിറ്റിൽ തന്നെ പ്രതിഷേധം തുടങ്ങിയാണ് പ്രതിപക്ഷം. വലിയ പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. 6 ദിവസത്തിനുള്ളിൽ 4 തവണ. സർ, ഈ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് നോട്ടീസ് പോലും നൽകാതെ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്, അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത്. സർ, 188 ദിവസം ഈ നിയമസഭ സമ്മേളിച്ചു. ഇതുവരെ ഈ സഭ നിലവിൽ വന്ന് 188 ദിവസം ഒരു നോട്ടീസ് പോലും അടിയന്തര പ്രമേയത്തിന് കൊടുക്കാതിരുന്നത് ആകെ 9 ദിവസം മാത്രമാണ്. ഇപ്പോഴിതാ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ, സഭയോടുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ? സാർ, ഇവർക്ക് ഭയമാണ്. നോട്ടീസ് കൊടുത്താൽ സർക്കാരെങ്ങാനും ചർച്ചയ്ക്കെടുത്താലോ അപ്പോ ചെമ്പ് വെളിച്ചത്താവും കള്ളി വെളിച്ചത്താവും എന്നതുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു പ്രതിപക്ഷം. സർ, ഇവർക്ക് വേണമെങ്കിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കാമായിരുന്നല്ലോ. എന്നിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാക്കാം. ഒരു ശ്രമം, നടപടിക്രമം അനുസരിച്ചൊരു ശ്രമം നടത്താതെ നേരെ രാവിലെ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു ബാനറുമായി, നേരത്തെ ബാനറും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. ആ തിരക്കഥയുമായി വന്ന പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ്. സർ, വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇവർക്കുള്ളത്. വസ്തുതകൾ പുറത്തു വരണമെന്നല്ല ഇവരാഗ്രഹിക്കുന്നത് പുകമറ നിലനിർത്തണം എന്നതാണ്. പുകമറ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാടകം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളത്തിലെ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അവരെ കൈവിലങ്ങണിയിച്ച് തുറുങ്കലടച്ച ചരിത്രമാണ് സാർ ഈ സർക്കാരിനുള്ളത്. അതിവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സാർ, പ്രതിപക്ഷത്തിന്റെ ഈ നടപടി സഭയോടുള്ള ആദരവാണ്, ഇത് ചെയറിനോടുള്ള അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള അനാദരവാണ് എന്ന് രേഖപ്പെടുത്താൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാനർ ഒന്ന് മാറ്റി പ്ലീസ്. അവിടെ പോയിരിക്കെ നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ് അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് ഗ്രൗണ്ടിലാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത് അത് പറ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ? നിങ്ങൾ എഴുതി തന്നോ? നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ? ഒരു നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽകിയോ? ഇല്ല. ഡിസ്റപ്ഷന് ഗ്രൗണ്ട് പറ. ഈ സഭ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ. നിങ്ങൾ ഒരു ഗ്രൗണ്ടും ഇല്ലാതെ ബഹളം ഉണ്ടാക്കരുത്. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ. ഈ സഭ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് നിങ്ങൾ പറ. അത് നിങ്ങൾ തന്നോ? ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. ഒരു നോട്ടീസ് പോലും നൽകാതെ എങ്ങനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യാൻ? യെസ്, രാമചന്ദ്രൻ. യെസ് സാർ, സംസ്ഥാനത്തെ പട്ടികവർഗ
വിഭാഗങ്ങളുടെ ഭൂപ്രശ്നവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പെട്ടെന്ന് സാർ, ഈ വിഷയം ചർച്ചയ്ക്ക് അവസരം തരാതെ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 15ാം സഭയിൽ 17 അടിയന്തര പ്രമേയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് പോലും നൽകാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മലയാറ്റൂർ വനമേഖലയിലെ ആരേക്കാപ്പ് വീരംകൂട്ടി ആദിവാസി നഗറിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയിലും മൂലം വാസസ്ഥലം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പുനരധിവാസം ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കണം. സാർ, സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനും ഭൂമിക്ക് രേഖ നൽകുന്നതിനും ഏറെ നടപടികൾ സ്വീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആരേക്കാപ്പ് ഉന്നതിയോട് ചേർന്ന് വീരാങ്കുടി നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനായി തൃശൂർ ജില്ലാ ഭരണകൂടവും പട്ടികവർഗ വികസന വകുപ്പും വനവകുപ്പും സംയുക്തമായി കണ്ടെത്തിയ കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് ഭാഗത്തെ സ്ഥലം താമസത്തിന് സജ്ജമാക്കിയതിനു ശേഷം വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. വീരാങ്കുടി സമീപത്തായി മാറി താമസിച്ച സ്ഥലത്തു നിന്നും ഒരു കുട്ടിയെ പുലി ആക്രമിച്ച സാഹചര്യത്തിൽ മാരാങ്കോട് ഇവർക്കായി കണ്ടെത്തിയ സ്ഥലത്ത് കുടിൽ കെട്ടി താമസിച്ചു വരുന്ന 50ഓളം വരുന്ന കുടുംബങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. കൃഷി വകുപ്പിന്റെ ജൈവ കർഷക ഉന്നതിക്കുള്ള പുരസ്കാരം നേടിയ കൃഷി ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലെ മുഴുവൻ ആദിവാസി കുടുംബങ്ങളെയും മാരാങ്കോട് പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നതിനും ആവശ്യമായ ഭൂമി നൽകുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സഭയിൽ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി. സാർ, ഈ സഭയിൽ നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗക്കാരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യം സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതും മലയാറ്റൂർ വനം ഡിവിഷൻ ഇടമലയാർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ പെരുമുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന കപ്പായം വനമേഖലയിലുള്ള ആദിവാസി നഗരാണ് അരേക്കാപ്പ് വീരാങ്കുടി സ്ഥലം. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ വിഷയം സംബന്ധിച്ച് വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ച് പട്ടികവർഗ വകുപ്പും വനം ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ നിലവിൽ സ്വീകരിച്ചു വരുന്നതാണ്. സാർ, കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ മേശപ്പുറത്ത് വെക്കുകയാണ്. സാർ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വനാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ഭൂമി അനുവദിച്ചു നൽകുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ്? സാർ, സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായിട്ട് മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പും ഈ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വകുപ്പ് ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരവും വനാവകാശ പ്രകാരവും മെച്ചഭൂമിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരമാവധി ഭൂമി ലഭ്യമാക്കിക്കൊണ്ട് മുഴുവൻ പട്ടികജാതി പട്ടികവർഗക്കാരുടെ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ശ്രീമതി കെ രമ, നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ. വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗയോട് ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ആദിവാസികളായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് സാർ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെയും എൻ്റെയും കൂടി സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ അവിടെ നിന്ന് മാറിപ്പോകേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് പുതിയ സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ഈ കാര്യത്തിൽ 3 വകുപ്പുകളും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഇവിടേക്ക് മാത്രമല്ല ഇനി കേരളത്തിൽ ഇങ്ങനെ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മാറി താമസിക്കേണ്ടി വന്നാൽ ഏത് വിധത്തിലായിരിക്കും നടപടി സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. അത് അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ഇക്കാര്യം പരിഹരിക്കുക തന്നെ ചെയ്യും. സർ, ആദിവാസികളായ മനുഷ്യരുടെ ഒരു ജീവിത പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുഖം മറച്ച് ഇത്തരത്തിലുള്ള തെറ്റായ നടപടി നടത്തുന്നത് ഗുണകരമായ ഒരു കാര്യമല്ല സാർ. അത് ആദിവാസികളോട് കൂടിയുള്ള അവഹേളനമായിട്ട് കാണേണ്ടതുണ്ട് ഈ സഭ.
സബ്മിഷൻസ് ശ്രീമതി കെ ശൈല ടീച്ചർ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേ വികസിപ്പിക്കുന്നതിന് വേണ്ടി കീഴൂർ വില്ലേജിൽപ്പെട്ട കാനാട് കീഴൂർ മേഖലകളിൽ 245 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിട്ടുണ്ട്. സർ, 9 വർഷമായി ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയാത്ത വിധം നോട്ടിഫിക്കേഷനിലായ ഭൂമിയിൽ ജനങ്ങൾ വലിയ നരകയാതനയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയും 2008 ഭൂമി ഏറ്റെടുക്കൽ പാക്കേജ് അനുസരിച്ച് 10 സെൻറ്റ് ഭൂമി വീതം പുനരധിവാസത്തിന് നൽകുന്ന നടപടി നടപ്പിലാക്കുകയും ചെയ്യണം. കീഴല്ലൂർ, കൂടാളി വില്ലേജുകളിലായി 36 ഏക്കർ ഭൂമി പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമി രണ്ടും ഏറ്റെടുത്ത് ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട